നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് വിതരണക്കാർ. നൽകാനുള്ളത് 18 മാസത്തെ കുടിശ്ശിക. സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം ഏകീകരിച്ചു. ഷിഫ്റ്റിന്റെ സമയരീതിയിൽ മാറ്റം. നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ. നാളെ ശബരിമലയിൽ ദർശനം നടത്തും. തീർത്ഥാടകർക്ക് നിയന്ത്രണം. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ട്രയൽ റൺ. മാർഗദർശക മണ്ഡൽ ധർമ്മ സന്ദേശ യാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് വിളക്ക് തെളിയിച്ചു. സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് നാളെ അതിശക്തമായ മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. മരിച്ചത് തിരുവനന്തപുരം സ്വദേശിനിയായ 78-കാരി. 2 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തലസ്ഥാനത്ത് 2 മരണം. അടുത്തുകൊണ്ടിരിക്കുന്നത് വിവിധ സ്കൂളുകളിലെ പ്രദാനം ചെയ്ത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളാണ് ഡയസിനെ പ്രദാനം ചെയ്യുന്നത്. കേരളത്തിന്റെ പ്രിയങ്കരനായ ഭക്ഷ്യവും. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. 8 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നത് 20,000-ലധികം കുട്ടികൾ. മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ. സംസ്ഥാനത്തെ 4 പ്രധാന സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഉപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് കരാറുകാരുടെ കുടിശ്ശിക നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മുഴുവൻ ഉപകരണങ്ങളുടെ സ്റ്റോക്കും തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാർ അറിയിച്ചിരുന്നു. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ഉപകരണ വിതരണ കമ്പനിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തി. പരമാവധി 10 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തെ കുടിശ്ശിക മുഴുവൻ തന്നു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയതായി വിതരണക്കാർ അറിയിച്ചു. വൈകിട്ട് വിതരണക്കാരുടെ സംസ്ഥാനതല യോഗം ചേർന്ന് അന്തിമ തീരുമാനം എടുക്കും. ലെറ്റർ കൊടുത്തു ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഒരു 10 ദിവസം കൂടി. ഏതായാലും ഈ സമരം തുടങ്ങിയിട്ട് ഏകദേശം 52 ദിവസമാകുന്നു. അപ്പോൾ ഇനി ഒരു 10 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വളരെ പോസിറ്റീവായ ആയതുകൊണ്ടും ഒരു പോസിറ്റീവ് വൈബിലാണ് പുള്ളി എന്തായാലും സംസാരിച്ചത്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചു. അതിൻ്റെ മേളിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയത് തന്നെ. ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുതും എന്തായാലും ശരി തന്നെയാണ്. കഴിയുന്നതും പെട്ടെന്ന്, അത് നാളെയെങ്കിൽ നാളെ, പരമാവധി പറഞ്ഞതാണ് ഒരു 10-15 ദിവസം. ആ ഒരു കട്ടൗട്ട് ഡേറ്റ് ഞാൻ പറയുന്നത് പുള്ളിയുടെ ആ ഒരു ലാംഗ്വേജിൽ നിന്ന് പറയുന്നതാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തവർ നൽകിയ സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനകം 4 മെഡിക്കൽ കോളേജ് അധികൃതരുമായി വിതരണക്കാരുടെ സംഘടന സംസാരിച്ചു കഴിഞ്ഞു. 120ഓളം കോടി രൂപയാണ് കമ്പനികൾക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. സംസ്ഥാനത്തെ 21ഓളം കാത്ത് ലാബുകളിലേക്ക് ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്ത കമ്പനികളാണ് പ്രതിസന്ധിയിലായത്. 19 മാസത്തോളമുള്ള കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. 158.64 കോടി രൂപ കിട്ടാനുള്ളതിൽ സമ്മർദ്ദം ശക്തമാക്കിയതിനെ തുടർന്ന് വളരെ ചെറിയ തുക മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. 120ഓളം കോടി രൂപ ഇനിയും കിട്ടാനുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ ഉൾപ്പെടെ മുന്നിൽ കണ്ട് നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാന്റ്സ് ആൻഡ് ഡിസ്പോസബിൾസ്. നമ്മൾ ചെയ്ത സ്റ്റോക്ക് അതിൽ കിടക്കും, നമുക്കത് അതിക്രമിച്ചെടുക്കാനൊന്നും കഴിയില്ല. നമ്മൾ കൺസൈനിൽ വെച്ചതാണ്. അപ്പോൾ അവർ തിരിച്ചു തരണം. അവർ തന്നിട്ടില്ലെങ്കിൽ എന്താ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യും. നമ്മളിപ്പം പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് മാർച്ച് വരെയുള്ള പേയ്മെന്റ് കിട്ടണം എന്നാണ്. കാരണം പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെന്റ് നാളെ തന്നെ പേയ്മെന്റ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എത്ര വർഷത്തെ പേയ്മെന്റ് ഉണ്ടാവും ഏകദേശം?
അത് പല ഹോസ്പിറ്റലും പല രീതിയിലാണ് അവർ പേയ്മെൻറ്റ് തരുന്നത്. ഏകദേശം ഒരു 18 മാസം 19 മാസത്തിന് മുകളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് പല ഹോസ്പിറ്റലും. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നീ മെഡിക്കൽ കോളേജുകളിലെ അധികൃതരുമായി സംഘടനാ പ്രതിനിധികൾ ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉപകരണങ്ങൾ വിട്ടു നൽകേണ്ടെന്നാണ് അധികൃതർക്ക് ലഭിച്ച നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിയമപരമായ നടപടികളിലേക്കുൾപ്പെടെ സംഘടന നീങ്ങിയേക്കും. ഇപ്പോൾ തന്നെ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പുതുതായി ഉപകരണങ്ങളൊന്നും തന്നെ കമ്പനികൾ വിതരണം ചെയ്യുന്നില്ല. അതേസമയം നിലവിലുള്ള സ്റ്റോക്ക് കൂടെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി രോഗികൾ പ്രതിസന്ധിയിലാകും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ ഡ്യൂട്ടി സമയം ഏകീകരിച്ച സർക്കാർ. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കി. പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തും. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ഏറെ ആശ്വാസകരവും പ്രയോജനകരവുമാകുന്ന ഉത്തരവാണ് തൊഴിൽ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ ആശുപത്രിക്ക് സമാനമായി സ്വകാര്യ ആശുപത്രികളിലും ഡ്യൂട്ടി സമയം ഏകോപിപ്പിച്ചിരിക്കുകയാണ്. പകൽ 6 മണിക്കൂറും രാത്രി 8 മണിക്കൂറും ഡ്യൂട്ടി ഷിഫ്റ്റാക്കിയാണ് ഉത്തരവ്. പകൽ 6 മണിക്കൂർ വീതം 2 ഷിഫ്റ്റാണ്. ഇതിനു പുറമെ അധിക സമയം ഡ്യൂട്ടി എടുക്കുമ്പോൾ ഓവർ ടൈം അലവൻസ് നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. 100 കിടക്കകളിൽ അധികമുള്ള സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ഇതുവരെ പകൽ 6 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. പുതിയ ഉത്തരവ് വരുന്നതോടുകൂടി കിടക്കകളുടെ എണ്ണം നോക്കാതെ ഷിഫ്റ്റ് സമ്പ്രദായം എല്ലാ ആശുപത്രികളിലും ഒരുപോലെ ബാധകമാകും. നഴ്സുമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാർക്കും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സർക്കാർ. വീരകുമാർ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് 2021 പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ എല്ലാ ആശുപത്രികൾക്കും ബാധകമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു തിരുവനന്തപുരത്ത്. രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ലാൻഡ് ചെയ്യുകയാണ്. അൻഫിൽ ഡിസൂസ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഏതായാലും 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി കേരളത്തിൽ എത്തുകയാണ്. നാളെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ശബരിമലയിൽ ഒരുക്കി കഴിഞ്ഞു. ഭക്തർക്ക് നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാഷ്ട്രപതിയുടെ പ്രത്യേക വിമാനം ഇപ്പോൾ ലാൻഡ് ചെയ്യുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി റോഡ് മാർഗം രാഷ്ട്രപതി രാജ്ഭവനിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഗതാഗത ക്രമീകരണങ്ങളടക്കം തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ ഗൂഢാലോചന പുറത്തുവരണമെന്ന് ഹൈക്കോടതി. അടച്ചിട്ട കോടതി മുറിയിൽ രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൈമാറിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചത്. അന്വേഷണ വിവരങ്ങൾ പുറത്തുപോകാതിരിക്കാൻ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ദേവസ്വം വിജിലൻസിനെയും മാത്രം എതിർകക്ഷികളാക്കി കോടതി സ്വമേധയാ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതും ചെന്നൈയും ബാംഗ്ലൂരിലും അടക്കം ശബരിമലയിലെ സ്വർണം പോയ വഴികൾ കേന്ദ്രീകരിച്ചുമാണ് ഉള്ള അന്വേഷണ സംഘത്തിലെ SPS ശശിധരൻ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അടച്ചിട്ട മുറിയിൽ നടപടികളെന്ന് രജിസ്റ്റർ വഴി നേരത്തെ വ്യക്തമാക്കിയ ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിച്ചതും ഓൺലൈൻ വഴിയുള്ള ശബ്ദ സംപ്രേഷണം ഓഫാക്കി. സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും അഭിഭാഷകരോട് പുറത്തേക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് S ശശിധരനിൽ നിന്നും ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിൽ നിന്നും അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിനുശേഷം ദേവസ്വം സർക്കാർ അഭിഭാഷകരെ കൂടി കോടതിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് ഇടക്കാല ഉത്തരവ് പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ SIT സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചത്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അനന്തസുബ്രഹ്മണ്യം പിന്നീട് പാളികൾ നാഗേഷിന് കൈമാറിയതായാണ് വിവരം. ശബരിമല യുവതീ പ്രവേശനത്തിലെ NK പ്രേമചന്ദ്രന്റെ വിവാദ പരാമർശത്തിനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. പ്രേമചന്ദ്രൻ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു. ഏതെങ്കിലും പാർട്ടിയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ബേബി പറഞ്ഞു. കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രനാണ്. ഇത്തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ NK പ്രേമചന്ദ്രൻ നടത്താൻ പാടില്ലായിരുന്നു. കാരണം കേരളമെന്ന് പറഞ്ഞാൽ മതസാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്തും മതസൗഹാർദ്ദത്തിനും മതനിരപേക്ഷതയ്ക്കും സമുദായ സൗഹാർദ്ദത്തിനും സഹായകരമായതാവണം. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ മുന്നണിയെയോ
ജനമധ്യത്തിൽ അല്പം താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ പറയാൻ പാടില്ല. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രേമേന്ദ്രൻ ഇക്കാര്യത്തിൽ ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പാലക്കാട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് അവധി. 3 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അവധി നൽകിയിരിക്കുന്നത്. റെസിഡൻസ് സ്കൂളുകൾ, കോളേജുകൾ, നവോദയ വിദ്യാലയങ്ങൾ എന്നിവർക്ക് അവധി ബാധകമല്ല. ഇടുക്കിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ തുടങ്ങി എല്ലാവർക്കും അവധി ബാധകമാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം. പോത്തൻകോട് സ്വദേശിയായ 78-കാരിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. 4 ദിവസത്തിനിടെ തലസ്ഥാനത്തെ രണ്ടാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം കുളത്തൂർ സ്വദേശിയായ 18-കാരി മരിച്ചിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംസ്ഥാനത്ത് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. രോഗവ്യാപനവും മരണനിരക്കും ഉയരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. 78 വയസ്സുകാരിയായ പോത്തൻകോട് സ്വദേശിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് പനിയെ തുടർന്ന് പോത്തൻകോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം കുളത്തൂർ സ്വദേശിയായ 18-കാരിയും തിരുവനന്തപുരത്ത് മരിച്ചിരുന്നു. ജില്ലയിൽ 4 ദിവസത്തിനിടെ രണ്ടാമത്തെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. രോഗബാധയും മരണനിരക്കും ഉയരുമ്പോഴും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം 45 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 7 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ആകെ മരണസംഖ്യ 29 ആണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കാൻ CPI മന്ത്രിമാർ. തമിഴ്നാട് മോഡൽ നിയമ പോരാട്ടം നടത്തണമെന്നാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം എതിർപ്പ് നിലനിൽക്കെ പദ്ധതി നടപ്പാക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. എന്നാൽ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത് CPI അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. PM ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം ഏകപക്ഷീയമെന്നാണ് CPIയുടെ വിമർശനം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലെ കടുത്ത വിയോജിപ്പ് CPI മന്ത്രിമാർ അറിയിക്കും. മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വന്നപ്പോൾ എതിർപ്പിനെ തുടർന്ന് മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്നാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം മറ്റു കേന്ദ്ര പദ്ധതികളുമായി സംസ്ഥാനം സഹകരിക്കുമ്പോൾ PM ശ്രീയിൽ മാത്രം മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം PM ശ്രീയിൽ ഉൾപ്പെടാതെ തന്നെ കേന്ദ്രവുമായി നിയമപോരാട്ടം നടത്തി തമിഴ്നാട് സർക്കാർ SSI ഫണ്ട് നേടിയ കാര്യം CPI ചൂണ്ടിക്കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് മോഡൽ പോരാട്ടം നടത്തണമെന്നാണ് CPI നിർദ്ദേശിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വന്നാൽ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്യപ്പെടുമെന്ന വാദം CPI ഉയർത്തുന്നു. എന്നാൽ അത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായീകരണം. മുന്നണിയിൽ ചർച്ച ചെയ്ത് CPIയെ അനുനയിപ്പിക്കാനാണ് CPMന്റെ നീക്കം. അതേസമയം എതിർപ്പ് ശക്തമായാലും പദ്ധതി നടപ്പാക്കും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാകും നിർണായകമാവുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതിയിലെ വിയോജിപ്പിന്റെ പേരിൽ CPI ആരും അവഗണിക്കില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല. വിഷയം LDF ചർച്ച ചെയ്യുമെന്നും വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ മാറ്റം വരുത്തിക്കൊണ്ട് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും കഴിയും. CPIയെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം വ്യത്യസ്ത പദ്ധതികളിലായി പണം വിനിയോഗിക്കാമെന്നെല്ലാം പറയുമ്പോൾ ഈ NEP അംഗീകരിച്ചുകൊണ്ടല്ല, NEPയിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായുള്ള രാഷ്ട്രപതിയുടെ തലസ്ഥാനത്തേക്കുള്ള വരവ്. രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വിമാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫിൽ ഡിസൂസ വിവരങ്ങളുമായി ചേരുകയാണ്. അൻഫിൽ, രാഷ്ട്രപതിയുമായുള്ള വിമാനം
തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഇനി രാഷ്ട്രപതിയുടെ യാത്ര എങ്ങനെയാണ്? അഖില, അല്പം മുമ്പാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ലാൻഡ് ചെയ്തത്. അല്പസമയത്തിന് മുമ്പായിരുന്നു. ഇപ്പോൾ ഔപചാരികമായി തന്നെയും രാഷ്ട്രപതിയെ പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം രാഷ്ട്രപതിയെ സ്വീകരിക്കുകയാണ്. അതിനുശേഷം രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ നിന്ന് റോഡ് മാർഗം രാജ്ഭവനിലേക്കാണ് പോകുന്നത് രാഷ്ട്രപതി. അവിടെയാണ് ഇന്ന് രാഷ്ട്രപതി സ്റ്റേ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെയൊക്കെ തന്നെയും വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം തലസ്ഥാനത്ത് ഇന്നും നാളെയും മറ്റന്നാളും രാഷ്ട്രപതിയുടെ വരവോട് അനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശംഖുമുഖത്ത് നിന്ന് ആരംഭിച്ച് ഇവിടെ നിന്ന് പേട്ട, പള്ളിമുക്ക്, പാളയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വഴി കറങ്ങി രാജ്ഭവനിൽ എത്തുന്നത് വരെ ആ റോഡുകൾ മുഴുവനും കർശനമായ നിരീക്ഷണത്തിലാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെയും പോലീസിൻ്റെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രപതി കടന്നു പോകുന്ന ഈ വഴികളൊക്കെ തന്നെയും അതീവ ഡോഗ് സ്ക്വാഡ് അടക്കം വന്ന പരിശോധനയൊക്കെ ശക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ റോഡുകൾ കർശന നിയന്ത്രണവും അതോടൊപ്പം തന്നെ വാഹന ഗതാഗത നിയന്ത്രണവും അടക്കം ഉണ്ടാവുക. പോക്കറ്റ് റോഡുകളിലൊക്കെ തന്നെയും ശക്തമായ പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങൾ, പ്രധാന റോഡിൻ്റെ ഇരുവശങ്ങളൊന്നും തന്നെയും യാതൊരു വിധത്തിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതീവ സുരക്ഷയോടുകൂടിയാണ് ഇവിടെ ഈ തിരുവനന്തപുരം വിമാനത്താവളവും പരിസരവും ഒക്കെ തന്നെയും. അല്പസമയത്തിന് തന്നെ രാഷ്ട്രപതി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റോഡ് മാർഗം നേരെ രാജ്ഭവനിലേക്ക് പോകുന്നു. നാളെയാണ് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. പക്ഷേ ഈ ശബരിമലയിലേക്ക് നാളെ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അഖില, വാഹനം പ്രധാന കവാടം തുറന്ന് വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് പൈലറ്റ് വാഹനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ തൊട്ട് പിന്നാലെ തന്നെ പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രപതിയെ അനുഗമിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ പ്രോട്ടോകോൾ പ്രകാരം തന്നെ രാഷ്ട്രപതിയെ സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ. പൈലറ്റ് വാഹനമടക്കം രാഷ്ട്രപതിയുടെ വാഹനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നുണ്ട്. അതീവ സുരക്ഷാ ജാഗ്രതയോടുകൂടിയാണ്, കനത്ത സുരക്ഷാ കാവലിലാണ് ഇപ്പോൾ ഈ വിമാനത്താവളവും ഈ ടെക്നിക്കൽ ഏരിയയും വിമാനത്താവളവും പരിസരവും ശംഖുമുഖവും ഒക്കെ തന്നെയും അതീവ സുരക്ഷാ വലയത്തിലാണ്. കർശനമായ സുരക്ഷയുടെ വാഹനത്തിൽ ഇപ്പോൾ വാഹനങ്ങളുടെ അകമ്പടിയോട് ഇതാ രാഷ്ട്രപതി കടന്നു പോവുകയാണ്. ഈ രാഷ്ട്രപതിയെ കാണാനായി ഈ റോഡിൽ സാധാരണ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇവരെ നോക്കി കൈവീശിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ ആ വാഹനത്തിൽ ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുകയാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളെ, കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ഈ ശംഖുമുഖമായതുകൊണ്ട് ഇന്ന് ടൂറിസ്റ്റുകൾ ഈ ശംഖുമുഖം കാണാനായി വന്ന കുഞ്ഞുങ്ങളൊക്കെ ഒത്ത് വന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്, കുടുംബസമേതം വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ വഴിയരികിൽ കുഞ്ഞുങ്ങളെയും ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവരെ കൈവീശി കാണിച്ചിട്ടാണ് വാഹനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കടന്നു പോയത്. എന്തായാലും ഈ കടന്നു പോകുന്ന രാജ്ഭവനിൽ നിന്ന് സ്റ്റേ ചെയ്യുന്നു. ഈ വഴിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർശനമായ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നാളെ രാജ്ഭവനിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 9:30 അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ശബരിമലയിലേക്ക് പോവുക. ഹെലികോപ്റ്റർ മാർഗം നിലയ്ക്കൽ ഇറങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഒരുപക്ഷെ ഇപ്പോൾ കാലാവസ്ഥയിലുണ്ടായിരിക്കുന്ന ഈ പ്രതികൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകുന്നതനുസരിച്ച് മാത്രമേ ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറങ്ങുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു ബദൽ മാർഗം എന്ന നിലയിൽ മറ്റ് പ്രദേശത്തും ഈ രീതിയിൽ അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം സജ്ജമാക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ കോന്നിയിലൊരു ഇൻഡോർ സ്റ്റേഡിയം, ആ കോന്നിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുപക്ഷെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടി അവിടെയും ബദൽ മാർഗം എന്ന നിലയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിലായിരിക്കും പമ്പയിലേക്ക് പോവുക. അവിടെ നിന്ന് പ്രത്യേക വാഹനത്തിലേക്ക് സന്നിധാനത്തേക്ക് പോകുന്ന ആ രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങളും രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളതും തയ്യാറാക്കിയിട്ടുള്ളതും. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ 2 ദിവസം അതീവ സുരക്ഷയിലാണ് സന്നിധാനവും പരിസരവും. അവിടെ ഭക്തരെ രാഷ്ട്രപതി സന്ദർശനത്തിന് ശേഷം മാത്രമേ ഭക്തരെ കടത്തിവിടുകയുള്ളൂ. ആ രീതിയിലുള്ള ഏറ്റവും വലിയ കനത്ത സുരക്ഷാ കാവൽ തന്നെയാണ് സന്നിധാനവും പരിസരവും. അതിനുശേഷം
അവിടെ നിന്ന് വൈകിട്ടോടുകൂടി രാഷ്ട്രപതി വീണ്ടും തിരുവനന്തപുരത്തേക്ക് തന്നെ തലസ്ഥാനത്ത് തന്നെ മടങ്ങുന്നു. അതിനുശേഷം രാത്രി രാഷ്ട്രപതിക്ക് വീണ്ടും ഗവർണറുടെ അത്താഴ് വിരുന്ന് ഒരുക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാഷ്ട്രപതി വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സമ്മേളനം ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുന്നു രാഷ്ട്രപതി. ഈ രീതിയിലാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രപതിയുടെ പരിപാടികൾ. മറ്റന്നാൾ വർക്കല പോകുന്നതിന് മുൻപ് രാജ്ഭവനിനുള്ളിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി രാഷ്ട്രപതി നിർവഹിക്കും. അതിനുശേഷമാകും രാഷ്ട്രപതി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിവാഹനം അടക്കമൊക്കെ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ നിന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ച ശേഷം മടങ്ങുന്നു. തൊട്ട് പിന്നാലെ ഗവർണറും പുറത്തേക്ക് കടന്നു. ആദ്യം പുറത്തിറങ്ങിയത് രാഷ്ട്രപതിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നു. തൊട്ട് പിന്നാലെ ഗവർണറുടെ വാഹനവും കടന്നു പോകുന്നു. ഒപ്പം സ്വീകരിക്കാനെത്തിയ മറ്റു പ്രമുഖർ മേയർ ആര്യ രാജേന്ദ്രൻ, ഒപ്പം തന്നെ സ്ഥലം MLA ആയിരിക്കുന്ന ആന്റണി രാജു അടക്കമുള്ള വ്യക്തികൾ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കം തന്നെ ചീഫ് സെക്രട്ടറി അടക്കം എല്ലാവരും തന്നെയും ഇപ്പോൾ സ്വീകരിച്ച് രാഷ്ട്രപതിയെ യാത്രയാക്കിയ ശേഷം അവർ വിമാനത്താവളത്തിൽ നിന്നിൻ്റെ ഗേറ്റിൽ നിന്നും പുറത്തേക്ക്, ടെക്നിക്കൽ ഏരിയയുടെ പ്രധാന ഗേറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും നാളെ ശബരിമലയിൽ നിന്ന് രാത്രിയോടുകൂടി വീണ്ടും തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി വീണ്ടും തൊട്ടടുത്ത ദിവസം വ്യാഴാഴ്ചയാണ് ശിവഗിരിയിൽ പോകുന്നത്. ശിവഗിരിയിൽ പോയതിനു ശേഷം അവിടുത്തെ ചടങ്ങിന് ശേഷം ഉച്ചയോടുകൂടിയാണ് രാഷ്ട്രപതി പാലാ സെൻറ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. അതിനുശേഷം 24-ാം തീയതി 4ാമത്തെ ദിവസം രാഷ്ട്രപതിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിലെ അവസാന ദിവസം എറണാകുളം സെൻറ് തെരേസാസ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് നേരെ ഡൽഹിയിലേക്ക് മടങ്ങുക. എന്തായാലും 3 ദിവസം തലസ്ഥാനത്ത് നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം തലസ്ഥാനത്ത് അതീവ സുരക്ഷയാണ്. നഗരവും പരിസരവും ഒക്കെ തന്നെയും ഇന്നും നാളെയും മറ്റന്നാളും അതീവ സുരക്ഷാ കാവലിൽ തന്നെയാണ് തലസ്ഥാന നഗരം. അവിടെ പ്രത്യേകിച്ച് ഈ വഴികളിലൊക്കെ തന്നെ, അതായത് ശംഖുമുഖം, ചാക്ക മുതൽ വഴുതക്കാട്, കവടിയാർ വരെയുള്ള എല്ലാ വഴികളിലും, പ്രധാന വഴികളും ഇടവഴികളിലും ഒക്കെ തന്നെയും ശക്തമായ സുരക്ഷാ പരിശോധന ഈ ദിവസങ്ങളിലൊക്കെ തുടരും. ഇപ്പോൾ എല്ലാവരും ഉദ്യോഗസ്ഥരടക്കം ഓരോരുത്തരായി മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക വാഹനങ്ങളിൽ പൈലറ്റ് വാഹനം ഉൾപ്പെടെ മടങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. അഖില. ശരി, അൻഫിലിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി സംസ്ഥാനത്ത് എത്തി. തലസ്ഥാനത്ത് വിമാനമിറങ്ങിയ രാഷ്ട്രപതി റോഡ് മാർഗം രാജ്ഭവനിലേക്കുള്ള യാത്രയിലാണ്. രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം ഗവർണർ അടക്കമുള്ളവരും എത്തിയിരുന്നു. അതിനുശേഷം ഗവർണറും മുഖ്യമന്ത്രിയും രാഷ്ട്രപതിക്ക് പിന്നാലെ പോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ കണ്ടതാണ്. ഇനി അതീവ സുരക്ഷയാണ് സംസ്ഥാനത്ത് ഉള്ളത് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. ഒപ്പം നാളെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോവുകയാണ്. ശബരിമലയിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്കധികം അടക്കം നിയന്ത്രണം എല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ശേഷമാണ് ഇനി ശബരിമലയിൽ ഭക്തർക്ക് നാളെ പ്രവേശനം ഉണ്ടാവുക. ഒപ്പം അതിനുശേഷവും 2 ദിവസവും രാഷ്ട്രപതിക്ക് സംസ്ഥാനത്ത് വിവിധ പരിപാടികളുണ്ട്. ഏതായാലും അതീവ സുരക്ഷ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അൻഫിലിഡ് ഡിസൂസയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. കൊല്ലം ശാസ്താംകോട്ട മിലേദേ ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് നൽകിയ ഗുളികകൾ കുട്ടികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു എന്നാണ് സംശയം. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊല്ലം മൈനാഗപ്പള്ളി മിലാദേ ഷെരീഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ അയൺ ഗുളിക കഴിച്ചതുമായി ബന്ധപ്പെട്ട് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ രക്ഷിതാക്കളുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് HM നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു സ്കൂളിൽ വരെ വരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികൾ അവിടെ ഇല്ല. ശാസ്താംകോട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇങ്ങനെ ഗുളിക കൊടുത്തു, അയൺ ഗുളിക കൊടുത്തു. അപ്പോൾ അത് കഴിച്ച് ചെറിയ വൊമിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ 2 കുട്ടികളും അതേ ക്ലാസ്സിൽ തന്നെ 4 കുട്ടികൾ വേറെയും. അങ്ങനെ എനിക്ക് ഇരട്ട കുട്ടികളാണ്. അപ്പോൾ അവർ 2 പേർക്കും ഛർദിൽ ഇങ്ങനെ വൊമിറ്റിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ശാസ്താംകോട്ട ചെല്ലുമ്പോൾ. അപ്പോൾ അവരെ 2 പേരെ ഡോക്ടർമാർ പറഞ്ഞത് അവിടെ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടായതുകൊണ്ട് റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് വരികയും മറ്റുള്ളവരെ ശാസ്താംകോട്ട ഭരണിക്കാവ് സ്വകാര്യ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ നൽകിയ ഗുളിക അയൺ ഗുളിക തന്നെയായിരുന്നു? നൽകിയ ഹെൽത്തിൽ നിന്ന് കൊടുത്ത അയൺ ഗുളികയാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെയും.
ഞങ്ങൾ ഇത് കഴിച്ചത് മൂലം കുട്ടികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായതെന്ന്? കുട്ടികൾക്കുണ്ടായത് ഛർദിലും തലവേദനയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നും പിന്നെ ശരീരം തളർന്നു വരുന്നതായിട്ട് അതുകൊണ്ടാണ് അവിടുത്തെ സ്കൂളിലെ അധ്യാപകർ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കൊണ്ടുപോയിരുന്നത്. ഇത് അധ്യാപകരാണോ ഈ ഗുളിക കുട്ടികൾക്ക് കൈമാറിയത്? കഴിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും നൽകിയിരുന്നോ? അധ്യാപകരാണ് ഗുളിക കൊടുത്തതെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അധ്യാപകർ ഓരോ ഗുളിക വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു കുട്ടിയെടുത്ത് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അവർ അത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പറയുകയും അവർ പിന്നെ അതിനകത്ത് പെട്ടെന്ന് പോയപ്പോൾ ഇവർ മത്സരിച്ച് ഈ അയൺ ഗുളിക ചെറിയ മധുരം ഉണ്ടായതുകൊണ്ട് അവർ മത്സരിച്ചിങ്ങനെ കഴിച്ചെന്നാണ് ഇപ്പോൾ ഞാൻ തിരക്കിയപ്പം അറിയാൻ കഴിഞ്ഞത്. എത്ര ഗുളികയാണ് കുട്ടികൾക്ക് നൽകിയത്? അത് മുഴുവനും കഴിച്ചോ കുട്ടികൾ? ഒരു സ്ലിപ്പ് ഗുളികയാണ് കൊടുത്തിരുന്നത്. ഒരു സ്ലിപ്പ് ഗുളികയിൽ 15 ഗുളികയാണ് ഉള്ളത്. എൻ്റെ ഒരു കുട്ടി 15 ഗുളികയും ഒരു കുട്ടി 5 ഗുളികയും കഴിച്ചിട്ടുണ്ട്. ഇപ്പം അവരെ ശരീര അസ്വസ്ഥയും ഛർദിലുണ്ട്. ഇപ്പം നിലവിൽ ഛർദിലുണ്ട്, ബുദ്ധിമുട്ടിലാണ്. അത് നാളെ റിക്കവറി ആവുകയുള്ളെന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരി, നിങ്ങളുടെയും കുട്ടിക്ക് ഇങ്ങനെ ഇത്തരത്തിലൊരു മക്കളാണ്. അപ്പം ഈ ഒരു കുട്ടികൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തിരുന്നില്ലയോ, അല്ലെങ്കിൽ കുട്ടികൾ മത്സരിച്ച് കഴിച്ചതുകൊണ്ട് സംഭവിച്ചതാണോ? സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം കൊടുക്കുന്നതുള്ളത് പേരൻസ് അറിഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് മെസ്സേജ് കാണുവാണെങ്കിൽ നമ്മൾ പറയും മക്കൾ സ്കൂളിൽ നിന്ന് കഴിക്കേണ്ട, വീട്ടിൽ കൊണ്ടുവന്നിട്ട്. അങ്ങനെയാണ് വിര ഗുളികയൊക്കെ അവർ ചവച്ചരച്ച് അവിടെ വെച്ച് കഴിക്കാൻ പറയും. ചില പിള്ളേർ കഴിക്കും, ചിലർ കഴിക്കത്തില്ല. ചിലർ കഴിച്ചിട്ട് തുപ്പിക്കളയുന്ന ഒരു പ്രകൃതമാണല്ലോ. നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. വിറ്റാമിൻ ഗുളികയൊക്കെ നമ്മളിങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചു വെച്ച്. അപ്പം നമ്മളിത് അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ അടുത്ത് നേരത്തെ പറയും നിങ്ങൾ അവിടെ കഴിക്കേണ്ട, നിങ്ങളിഞ്ഞ് പോരെ എന്ന്. ഇപ്പം ഈ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? കുറച്ച് ഭേദമുണ്ട്, അല്ലെങ്കിൽ ക്ഷീണമുണ്ട്. പിന്നെ നാളെ ഒരു ടെസ്റ്റ് ബ്ലഡിനകത്ത് ഇതിൻ്റെ അയഡിൻ്റെ എത്ര അംശം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയോ വരികയൊക്കെ ചെയ്തോ ആശുപത്രി? സാറുമാർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ അന്നേരം മുതലേ സാറുമാരൊക്കെ സ്കൂളിലും ഹോസ്പിറ്റലിലെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ അറിയിപ്പിലൊരു പോരായ്മ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. ഇതുതന്നെയാണ് കുട്ടികൾ മത്സരിച്ച് ഈ ഗുളിക കഴിക്കുകയാണ് ചെയ്തത്. കാരണം കുട്ടികൾക്ക് പ്രത്യേകം ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ ഗുളിക കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ള നിർദ്ദേശം സ്കൂൾ അധികൃതരും മറ്റുമൊക്കെ തന്നെ നൽകിയിരുന്നു, ഹെൽത്തിൽ നിന്നുള്ളവരും നൽകിയിരുന്നു. പക്ഷേ അത് വകവയ്ക്കാതെ കുട്ടികൾ മത്സരിച്ച് ഈ ഗുളിക 15ഓളം വരുന്ന ഈ ഗുളിക മുഴുവനായി കഴിച്ചതാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. ഏതായാലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. കുട്ടികൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതരും ഡോക്ടർമാരും നൽകുന്ന സൂചന. തൃശൂരിൽ വൻ MDMA ശേഖരവുമായി യുവാവ് അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട മാള സ്വദേശി നൌഫൽ നൌഷാദാണ് അറസ്റ്റിലായത്. തൃശൂർ സിറ്റി ഡാൻസ് ആഫ് സംഘവും PG പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 315 ഗ്രാം MDMA പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ബംഗളൂരുവിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ തൃശൂരിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്ന് കണ്ടെടുത്തത്. നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ നൌഫലിനെ 12 മണിയോടുകൂടിയാണ് പോലീസ് പിടികൂടിയത്. കോഴിക്കോട് കാട്ടിപ്പാറയിൽ ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ ഉണ്ടായ പ്രതിഷേധത്തിനിടെ സംഘർഷം. പോലീസ് നാട്ടുകാർക്ക് നേരെ ലാത്തിചാർജ് നടത്തി. സമരക്കാർ മാലിന്യ സംസ്കരണ ഫാക്ടറിക്കും കമ്പനി വാഹനത്തിനും തീയിട്ടു. അതിനിടെ ഉണ്ടായ കല്ലേറിൽ താമരശ്ശേരി CI സായൂജിനും നിരവധി പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു. ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസൗകര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ വിദ്യാർത്ഥികളെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. ഇതിനെതിരെ ഡീൻ കുര്യാക്കോസ് MPയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CV വർഗീസ് പ്രതികരിച്ചു. ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് ഇടുക്കി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സമരം നടത്തിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ യോഗം വിളിച്ചു. എന്നാൽ കളക്ടറുടെ അഭാവത്തിൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ചർച്ച നടന്നത്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. വിദ്യാർത്ഥികളുടെയും PTA പ്രതിനിധികളുടെയും യോഗത്തിലാണ് CV വർഗീസിന്റെ പരാമർശം. ഞങ്ങളുടെ സർക്കാരിന് ഇടുക്കിയിൽ നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ കുട്ടികൾ തയ്യാറായില്ലെങ്കിൽ കോളേജ് ഇവിടെ നിന്ന് മാറ്റാനും അറിയാം എന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഇടുക്കി നഴ്സിംഗ് കോളേജ് പൂട്ടിക്കാൻ CV വർഗീസും പ്രിൻസിപ്പളും ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. CV വർഗീസ് സാർ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ വകുപ്പ് മന്ത്രിയെക്കാളോ തന്റെ മേലധികാരികളെക്കാളോ വലിയ സാറാണ് എന്ന് ആ പ്രിൻസിപ്പലിന് തോന്നുകയാണ് എങ്കിൽ ആ പ്രിൻസിപ്പൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്.
CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിന് എത്താൻ നിർദ്ദേശിക്കുന്ന നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ വാട്സാപ്പ് ചാറ്റും പുറത്തുവന്നു. ജില്ലാ കളക്ടറുടെ യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുമായി സംസാരിച്ചിരുന്നുവെന്ന് CV വർഗീസ് പറഞ്ഞു. നഴ്സിംഗ് കോളേജ് ഇവിടെ നിന്ന് മാറ്റാൻ ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കളും ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഏതാനും PTA ആളുകൾ ഈ കോളേജ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കോളേജ് ശരിയാകുകയില്ല എന്ന് പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൂടി നടത്തിയ നിഗൂഢമായൊരു നീക്കമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കൊല്ലത്ത് നാടകം അവതരിപ്പിക്കുന്നതിനിടെ നടൻ വേദിയിൽ കുഴഞ്ഞു വീണു മരിച്ചു. ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി PR ലഗേഷാണ് മരിച്ചത്. കൊല്ലം അഞ്ചാലുമൂട്ടിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെയാണ് സംഭവം. ഉടൻ തന്നെ ലഗേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് പ്രൊഫഷണൽ നാടകത്തിൽ സജീവമായത്. 20 വർഷമായി നാടകരംഗത്തുണ്ടായിരുന്നു. അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ വാർത്ത എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ലഗേഷ് കുഴഞ്ഞു വീണു മരിച്ചത്. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പകരം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ തെളിയിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന കലാപരിപാടികൾ അരങ്ങേറി. ഏറെ അഭിമാനകരമായ ചടങ്ങാണെന്നും ഒളിമ്പിക്സ് മാതൃകയിൽ കായികമേള നടത്തുന്ന ഒരു സംസ്ഥാനവും വേറെ ഉണ്ടാകില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം എന്നതാണ് ഇൻക്ലൂസീവ് സ്പോർട്സിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും നാളത്തെ ഒളിമ്പ്യന്മാരെ വാർത്തെടുക്കുന്ന കളരിയാണിതെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. മന്ത്രി GR അനിൽ, M വിൻസെന്റ് MLA തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. നാളെ മുതൽ 28-ാം തീയതി വരെ 12 വേദികളിലായാണ് മത്സരങ്ങൾ. ഗൾഫ് മേഖലയിൽ കേരള സിലബസിൽ പഠിക്കുന്ന 7 സ്കൂളുകളിൽ നിന്ന് 35 കുട്ടികളടക്കം 20,000-ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മാർഗദർശക മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് വിളക്ക് തെളിയിച്ചു. ഒരു അഭിമാനമായി കരുതുന്നവരും ധാരാളമായിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും പഴക്കം ചെന്ന മഹിതമായ